ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നല്ലൊരു ഫോട്ടോ കൂടിയാണ് ഈ വീക്ക് അവസാനിച്ചിട്ടുള്ള മാർക്കറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് ക്രൂഷ്യലാവുന്ന ഇമ്പോർട്ടൻറ്റ് സോൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബയേഴ്സിനും സെല്ലേഴ്സിനും. ഓക്കെ, നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് തുടങ്ങാം. 2 hours ആണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഫിബ് എടുക്കാം. ഈ ലോ നിന്ന് ഈ മൂവിൻ്റെ ഈ ലോ നിന്ന് ഈ ഹൈ വരെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ 0.5 0.618 ലെവൽസ് മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു സോൺ കിട്ടിക്കഴിഞ്ഞു. ഇത് ഈ പോയ ബയേഴ്സിന്റെ ക്രൂഷ്യൽ സോണാണ്. ഓക്കെ, നമുക്ക് കളർ മാറ്റി ഗ്രീൻ കൊടുക്കാം. ബയേഴ്സിലെ അപ്പോൾ ഗ്രീൻ കൊടുക്കാം. ഓക്കെ, ഒരു സോൺ ആയി കഴിഞ്ഞു. ഇനി ഏതാവുള്ളൂ? ഈ സെല്ലേഴ്സ് ഇവിടെ പ്ലേ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഒരു പ്രീമിയം സോൺ വേണമല്ലോ. അതിന് മുകളിൽ പോയാൽ മാത്രമല്ലേ അവർ ഔട്ട് ആവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി അതും ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഈ ഹൈ തൊട്ട് തുടങ്ങാം. ഈ ഹൈ മുതൽ ഈ ലോ വരെ. എന്നിട്ട് അതിൻ്റെ 0.5 0.618 ലെവൽ നമുക്ക് പ്ലോട്ട് ചെയ്യാം റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച്. ഓക്കെ, ഡൺ. ഇത് സെല്ലേഴ്സിൻ്റെ അല്ലേ, അപ്പോൾ ഇത് ഗ്രീൻ കളറോ റെഡ് കളർ കൊടുക്കാം. ഓക്കെ, ഇമ്പോർട്ടൻസ് സോൺ തന്നെയാണത് സെല്ലേഴ്സിനുള്ളത്. ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ബയേഴ്സ് വീണ്ടും കൊണ്ടുപോകും ഹയർ ഹൈസിലോട്ട്. ഓക്കെ, അപ്പോൾ 2 സോൺ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഫർദർ സോൺസ് ഉണ്ടോ നെക്സ്റ്റ് വീക്കിലേക്ക് വരുന്നത്? ഓക്കെ, ഇതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഈ ലോ മുതൽ കൺസിഡർ ചെയ്ത് ഈ ഹൈ വരെ. ഓക്കെ, ഈ ഹൈ വരെ. എന്നിട്ട് അതിൻ്റെ 0.5 0.618 കൂടെ നമുക്ക് മാർക്ക് ചെയ്തിടാം ഫോർ ആൻ അഡീഷണൽ ലെവൽ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കളർ കൂടെ ബയേഴ്സിൻ്റെ സോൺ അല്ലേ, അപ്പോൾ അതും ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ 3 ലെവൽസ് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട്. 2 hours ടൈം ഫ്രെയിമിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് എന്താ മനസ്സിലാവുക? ഈ സോൺ ഇവിടെ നിന്ന് താഴെ വന്നാലും ഇവിടെ നിന്ന് ചിലപ്പോൾ മാർക്കറ്റ് റിയാക്ഷൻ കാണിച്ച് മുകളിലോട്ടൊക്കെ പോയെന്ന് വരാം. അല്ലാതെ കുത്തനെ ഇതുപോലെ ഇതേ ഒരു മൂവ് തന്നെ ആയിരിക്കില്ല വരുന്ന ആഴ്ചയിൽ എല്ലാ ദിവസവും. നമുക്കറിയാലോ, സൈഡ് വേസ് വോളറ്റൈൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് ചിലപ്പോൾ തിരിച്ച് വീണ്ടും കയറാം. ഇത് ഈ മൂവ് എല്ലാം ബ്രേക്ക് ചെയ്ത് താഴെ വരാനുള്ള സാധ്യത ഉണ്ട്. എന്നാലും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ലെവൽസ് നിഫ്റ്റിയിൽ കിട്ടിക്കഴിഞ്ഞു. അപ്പം മാർക്കറ്റ് ഫോൾ ആവുകയാണ്. കണ്ണും പൂട്ടി പി എടുത്ത് ഇരിക്കുക അല്ല, സെൽ ഓൺ റൈസ് ആ രീതിയിലൊക്കെ ആയിരിക്കും നോക്കേണ്ടി വരിക. അപ്പം 3 ഇമ്പോർട്ടൻറ്റ് സോൺസ് കണ്ടിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ചാർട്ടിൽ ഇതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുക. ചെക്ക് ഇമ്പോർട്ടൻറ്റ് സോൺ തന്നെയാണ്, അല്ലാതെ ചുമ്മാ ഉള്ളതല്ല. നമുക്ക് ചാർട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇതിന് താഴേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ഇത് ഇവിടെ തന്നെ വരികയും ചെയ്യും. ഓക്കെ, ഓഗസ്റ്റ് മാസത്തെ ലോ എന്ന് പറയുമ്പോൾ ഇതാണ്. ഈ ലോക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കിപ്പോൾ പറയേണ്ട അടുത്ത ആഴ്ച തന്നെ വരുമെന്നൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നിഫ്റ്റി കഴിഞ്ഞിട്ടുണ്ട്. 3 ക്രൂഷ്യൽ സോൺസ് ആണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എങ്ങനെ എടുക്കണമെന്ന് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ബാങ്ക് നിഫ്റ്റി. ഡെയിലി ടൈം ഫ്രെയിമാണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി സെല്ലേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് 2 hours ടൈം ഫ്രെയിമിൽ പോയാലും 2 hours പോയിട്ട് ഡെയിലിയിൽ തന്നെ നോക്കട്ടെ. ഡെയിലിയിൽ തന്നെ ബാങ്ക് നിഫ്റ്റി പ്ലോട്ട് ചെയ്യാം. സെല്ലേഴ്സിനെ നോക്കട്ടെ. ഓൾറെഡി സെല്ലേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുന്ന് ഈ ഹൈ തൊട്ട് ലോ ഏതാ, ഈ ലോവർ എടുത്തിട്ട് അതിൻ്റെ 0.5 0.6 പ്ലോട്ട് ചെയ്യാം. ഓക്കെ, സെല്ലേഴ്സിൻ്റെ മേജർ സോണാണ് ഇത്. അത് നമുക്ക് റെഡിൽ കൊടുക്കാം. നമ്മൾ ഇൻട്രാഡേയിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഹയർ ടൈം ഫ്രെയിമിലെ അല്ലെങ്കിൽ സ്വിംഗ് ഹൈസിലെ ഹയർ ടൈം ഫ്രെയിംസിലെ സ്വിങ്സ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. എന്നാലേ നമുക്ക് ഇൻട്രാഡേയിലും കോൺഫിഡൻസോടെ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇൻട്രാഡേയിൽ അപ് ട്രെൻഡിലായിരിക്കും. അപ്പോൾ ഇൻട്രാഡേയിൽ അപ് ട്രെൻഡായിരിക്കും, പക്ഷേ ഹയർ ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡായിരിക്കും എന്താ പറയുക കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് പരിഗണിക്കാതെ ഇതിൽ കാണുന്നത് മാത്രം സ്കാൽപ്പിംഗ് ചെയ്യാൻ നോക്കും. അല്ലാതെ ഒരു ഹോൾഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് പണി കിട്ടാം. ഓക്കെ,
അപ്പോൾ എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിന്റെ ട്രെൻഡ് എന്താണോ അത് ബേസ് ചെയ്തിട്ട് ഫോളോ ദ ട്രെൻഡ് എന്ന് പറയാറില്ല, അപ്പൊ അത് ബേസ് ചെയ്ത് നമ്മൾ നിൽക്കുക. ഓക്കെ ഓക്കെ, ഇനി വേറെ ഏത് സോൺ എടുക്കാൻ പറ്റും? ഓക്കെ, പിന്നുള്ളത് അതായത് ഈ ഹൈ ലോ മുതൽ ഈ ഹൈ വരെ തന്നെ വീണ്ടും പ്ലോട്ട് ചെയ്യാം. സോറി, ഓക്കെ വന്നിട്ടുണ്ട്. അതിന്റെ 0.5 0.618 ലെവൽ. ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആണ്. ഓക്കെ, കാണുന്നില്ല എവിടെയാണ് കറക്റ്റ് മാർക്കറ്റ് എന്ന് റെസ്റ്റ് ചെയ്ത് വീണ്ടും കയറി പോകുന്നത്. ഓക്കെ, അതിന് ബയേഴ്സിന്റെ ഏരിയ ആയിരുന്നു, അത് ഗ്രീൻ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരിക്കൽ റെസ്പെക്ട് ചെയ്തു, അതുപോലെ തിരിച്ചു. ഇനി വീണ്ടും വരുമ്പോൾ ഇത് റെസ്പെക്ട് ചെയ്യുമോ? ചെയ്യാതിരിക്കാം. എന്നാലും അഥവാ ചെയ്തില്ലെങ്കിൽ താഴോട്ട് വീണ്ടും ഒരു ലെവൽ കാണണം. ഓക്കെ, ഇപ്പൊ രണ്ട് ലെവൽസ് നമുക്ക് ബാങ്ക് നിഫ്റ്റി കിട്ടിയിട്ടുണ്ട്. ഒന്ന് സെല്ലേഴ്സിന്റെ, ഒന്ന് ബയേഴ്സിന്റെ. സെല്ലേഴ്സിന്റെ ബയേഴ്സിന്റെ ലെവൽസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇനി ബയേഴ്സിന് ഒരു ലെവൽ കൂടെ വേണ്ടേ നമുക്ക്, അഥവാ ഇതൊക്കെ വീഴുന്നു പോയാലും. അതുകൊണ്ട് നോക്കാം. ഇതൊന്നും നല്ലൊരു ഇമ്പോൾസ് ബൈ ആയിട്ട് കൂട്ടാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ബൈ നടന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നല്ലൊരു മൂവ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ലോ മുതൽ ഈ ഹൈ വരെ. ഓക്കെ, ബയേഴ്സിന്റെ രണ്ട് സോണും സെല്ലേഴ്സിന്റെ ഒരു സോണും കിട്ടിയിട്ടുണ്ട്. ഇതിന് മുകളിൽ 52,000 ആ ഏരിയയിൽ വന്ന് സസ്റ്റെയിൻ ചെയ്താലേ വീണ്ടും ഹൈയർ ഹൈസിലോട്ട് ഇത് പോകത്തുള്ളൂ. പുതിയ ന്യൂ ഹൈസ് ഒക്കെ ഉണ്ടാക്കി പോവുകയുള്ളൂ. അതുവരെ ഇങ്ങനെ സെൽ ഓൺ റൈസ്, കൺസോൾട്ടേഷൻ, വോളറ്റൈൽ മൂവ്മെന്റ് അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കേ ഉള്ളൂ. ഇത് ഇതുപോലെ താഴെ വന്ന് വീഴാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ റീട്രേസ് ആയി വീണ്ടും പോയി ഒരു താഴെ വരാം. ഇതുവരെയ്ക്ക് റെസ്പെക്ട് ചെയ്തോട്ട് ചിലപ്പോൾ വീണ്ടും ഫോളോ ചെയ്ത് താഴെ വരാം. എന്ത് വേണം സംഭവിക്കാം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ക്രൂഷ്യൽ ആയിട്ട് വരുന്ന ലെവൽസ് അല്ലെങ്കിൽ സോൺസ് അറിഞ്ഞിരിക്കണം, അല്ലേ? ഓക്കെ, 2 ഹവേഴ്സിലൊന്ന് പോയി നോക്കട്ടെ. 2 ഹവേഴ്സിൽ നമുക്ക് കുറച്ച് സപ്പോർട്ട്സും കാര്യങ്ങളും കൂടെ നമുക്ക് വരയ്ക്കണം. നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇവിടുന്ന് തുടങ്ങും. ഇതൊരു ലൈൻ, ഇതൊരു റെസിസ്റ്റൻസ് ലൈൻ, ഇതൊരു റെസിസ്റ്റൻസ് ലൈൻ, ഇതൊരു റെസിസ്റ്റൻസ് ലൈൻ, ഇതൊരു റെസിസ്റ്റൻസ് ലൈൻ. ഓക്കെ, ഇവിടെ നിൽക്കുന്നു നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, കറക്റ്റ് ആ ലൈനിൽ തന്നെയാണ് മാർക്കറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ട്രാപ്പ് ചെയ്യാനായിരിക്കും. ഇവിടെ നിന്ന് വീണ്ടും മോളിൽ പോകാം, തിരിച്ച് വീണ്ടും വരാം. ചിലപ്പോൾ ഗ്യാപ് ഡൗൺ ആയിരിക്കാം, മൺഡേ ഓപ്പൺ ആവുന്നത്, എന്തുകൊണ്ട് സംഭവിക്കും. ഓക്കെ, അതൊക്കെ മാർക്കറ്റിൽ എന്താണ് കാണിക്കുന്നത് അത് ചെയ്യും. നമുക്ക് നമ്മുടെ ലെവൽസ് ഒക്കെ പ്ലാൻ ചെയ്ത് നിൽക്കാനേ പറ്റത്തുള്ളൂ, അല്ലേ? ഓക്കെ, വീണ്ടും ഒരു ലെവൽ വേണമല്ലോ. ഒരു സപ്പോർട്ട് ലൈൻ, സപ്പോർട്ട് ലൈൻ അനദർ. ഓക്കെ, തൽക്കാലം ഇത്രയും മതിയല്ലേ? ഓക്കെ, 5 മിനിറ്റ്സിലോട്ട് പോയാലോ? ഓക്കെ, എന്താ ചെയ്തത്? വലിയ ഒരു റിസർച്ച് ഒന്നും ചെയ്തില്ല. നമ്മൾ ചാർട്ടിൽ കണ്ടത്, ചാർട്ട് തന്നെയാണ് എല്ലാം പറഞ്ഞിരുന്നത്. ചാർട്ടിൽ നോക്കി, ചാർട്ടിൽ തന്നെ അപ്പോൾ തന്നെ സപ്പോർട്ടും വരച്ചു, റെസിസ്റ്റൻസും വരച്ചു, 3 ക്രിട്ടിക്കൽ സോൺസും വരച്ചു. നിഫ്റ്റിയിൽ ഇതുപോലെ വരയ്ക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച പ്ലേയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് സോൺസ്, ഈ 3 സോൺസ് അടുത്ത ആഴ്ച തന്നെ നമ്മൾ മാർക്കറ്റിൽ ആക്ഷൻ വരുമെന്ന് സംശയമാണ്. എന്നിരുന്നാൽ കൂടി നമുക്ക് അറിഞ്ഞിരിക്കുന്നത് അവിടെ തന്നെ കടക്കും, വേറെ മാറ്റം വരാൻ പോകുന്നില്ല. പക്ഷേ ഈ ലൈൻസ് അടുത്ത ആഴ്ച പ്ലേ, ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻസ് അടുത്ത ആഴ്ച ഉറപ്പായിട്ട് മാർക്കറ്റിൽ എന്താ പറയുക പ്ലെയിനിൽ വരുന്ന ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.